നിഷ റോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡാണ്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണ് നമുക്ക് ആദ്യം നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഒരു ബനാന, നേന്ത്രപ്പഴമാണിത്, മുന്തിരിങ്ങ പഴം, അനാറ്, കുറച്ച് അനാറ് എടുത്തിട്ടുണ്ട്, ആപ്പിൾ, 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പഞ്ചസാര. ഇത്രയുമാണ് ഇതിനാവശ്യമായ ചേരുവകൾ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ സ്റ്റൗ ഓണാക്കി പാല് തിളപ്പിക്കാൻ വെച്ചു. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഷുഗർ കൂടുതലുള്ളവർക്ക് വേണ്ടവർക്ക് അത് അനുസരിച്ചിടാം. ഞാനിപ്പോൾ 4 സ്പൂൺ ഇട്ടു. ഇനി നന്നായിട്ട് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് കസ്റ്റാർഡ് പൗഡർ 2 സ്പൂൺ എടുത്ത് ഞാൻ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് വേണം നമുക്കിത് ഒഴിക്കാൻ, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് നമ്മളിത് കുറച്ച് പാലിൽ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം. ഞാൻ ഇതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് ഫ്രൂട്ട് സാലഡ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഇത് നമുക്ക് കുട്ടികൾക്ക് പലപ്പോഴും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു സാലഡാണ്. ഇപ്പോൾ ഇത് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് ഈ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഫ്രൂട്ട്സുകളെല്ലാം ആഡ് ചെയ്യാം. നമുക്ക് പപ്പായ ഫ്രൂട്ട്സും ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് സ്വല്പം തണുക്കുന്നതിനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടപ്പെടും. നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.